തൃശൂരിലെ മെൽക്കർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരിശോധന ഇടുക്കിയിലും. നെടുങ്കണ്ടത്ത് മെൽക്കർ ശാഖയിൽ പരിശോധന പുരോഗമിക്കുന്നു. നെടുങ്കണ്ടത്ത് നിന്ന് മാത്രമായി 6.5 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. സംസ്ഥാനത്ത് ആകമാനം 270 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു. ജോസിൽ ചേരുകയാണ്. ജോസിൽ, വിശദാംശങ്ങൾ. ഷമ്മി, വിവിധ ജില്ലകളിൽ നിന്നായി 270 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ മെൽക്കർ ഫിനാൻസ് ആൻഡ് ലീസിംഗ് സ്ഥാപനത്തിന്റെ ഉടമകൾ ദമ്പതികൾ കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് അറസ്റ്റിലായിരുന്നു. തൃശൂർ കുറുക്കാഞ്ചേരി വാലത്ത് വീട്ടിൽ രംഗനാഥൻ, ഭാര്യ വാസന്തി എന്നിവരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവർ നടത്തിയിരുന്ന കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്ന 40ഓളം ശാഖകളിൽ ഇതിനെ തുടർന്ന് പരിശോധനകൾ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നെടുങ്കണ്ടത്ത് നടക്കുന്നത്. നെടുങ്കണ്ടത്ത് മെൽക്കർ ശാഖയിൽ പരിശോധന പുരോഗമിക്കുകയാണ്. നെടുങ്കണ്ടത്ത് നിന്നും മാത്രമായി ഏകദേശം 6.5 കോടി രൂപയുടെ തട്ടിപ്പ് ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്. ഏതായാലും ഈ മുതിർന്ന ആളുകൾ, പ്രായമേറെ ചെന്ന ആളുകൾ ആണ് ഈ തട്ടിപ്പിന് പ്രധാനമായും ഇരയായിട്ടുള്ളത് എന്നാണ് കണക്കാക്കുന്നത്. ഈ സംസ്ഥാനത്തുടനീളമായി 4000-ലധികം ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. 50 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ച ആളുകൾ, ഈ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് വെളിവാകുന്നത്. സ്ഥിര നിക്ഷേപമായും മറ്റു പദ്ധതികളിലൂടെയുമാണ് ഈ നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത്. ഈ മുതിർന്ന പൗരന്മാരുടെയൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ തുകയൊക്കെ ഇതിൽ നിന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ ദമ്പതികൾ ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ്. ഈ വിവിധ ശാഖകളിൽ, കേരളത്തിൽ 40ഓളം ശാഖകളുണ്ട്. ഈ ശാഖകളിൽ വഴിയെല്ലാം നടത്തിയ തട്ടിപ്പുകൾ പോലീസ് പരിശോധനയിലാണ്. ഷമ്മി.